Good morning. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? 35 പേരായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ക്ലാസ്സിൽ കുറച്ചു നേരമായി, 5-10 മിനിറ്റോളായി ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ ആരാണ്? സീനത്തിന്റെ വാവയാണോ അവിടെ സംസാരിക്കാനായിട്ടത്? ഒരു കുഞ്ഞു വാവ അവിടെ സംസാരിക്കേണ്ടായിരുന്നു. ആരാണ്? സീനത്ത്. സീനത്തിന്റെ വാവയാണോ? എവിടെയാണില്ലേ? ഇവിടെ. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ല. എന്താണ് ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ? സൗണ്ടിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ക്ലിയർ ആണ്, ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. അതെ, സീനത്തിന്റെ വാവയാണ്. അപ്പൊ ഞാൻ ഇച്ചിരി നേരം കുഞ്ഞവയുടെ സംസാരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മള് എടുക്കുന്നത് 3rd മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. 3rd മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നലെ നമ്മൾ ആ ചാപ്റ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തത്? അതിനു മുന്നേ ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണ്? യെസ്, ഓക്കെ. ഒരു ഡിസ്ചാർജ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പോളിസികളാണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പ്രൊസീജിയറുകളാണ് ചെയ്യുന്നത് കാണുന്നില്ലേ? ഇവിടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ആർക്കും കാണാൻ പറ്റുന്നില്ല? ഒന്നോടെ ഞാൻ ഷെയർ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇന്നലെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെ? ഇന്നലെ നമുക്ക് കഴിഞ്ഞത്തെ ക്ലാസ്സിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നോടെ ഞാനൊന്ന് ഷെയർ ചെയ്തിടാം. ടെക്സ്റ്റ് ഉള്ളവരൊക്കെ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ നോക്കിയേ? ഇപ്പൊ ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ ആണോ? അതെ, ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡിസ്ചാർജ് പ്രൊസീജിയർ. ഒരു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ അത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ പോളിസി ഉണ്ട്. അത് എന്തൊക്കെയാണ് നമ്മളവിടെ പാലിക്കേണ്ടതെന്നാണ്. ഒന്നാമത്തെ പോയിന്റിൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡിസ്ചാർജ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം? ഷാൽ ബി ഫോളോഡ്, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ ഡിസ്ചാർജ്. എങ്ങനെയായിരിക്കണം? എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. ഒരു പേഷ്യൻസിനെ നല്ല കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുക. പിന്നെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് അത് ഹോസ്പിറ്റലിലെ അതിന് വേണ്ടപ്പെട്ട, അതായത് ഡോക്ടറിന്റെ ആ ഒരു സമ്മതത്തോടു കൂടി, ആ ഒരു പ്രൈമറി കൺസൾട്ടന്റിന്റെ അനുമതിയോട് കൂടിയാണ് നോർമൽ ഡിസ്ചാർജ് സംഭവിക്കുന്നത്. എന്നാൽ പേഷ്യന്റിന്റെ അതായത് എഗനിസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, പേഷ്യന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസ്ചാർജ് കൊടുക്കണം എന്നുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് നമ്മൾ ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് സമ്മറി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്ചാർജിന്റെ ആ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം? ഒരു മെഡിക്കൽ റെക്കോർഡിൽ കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യണം. പിന്നെ ഡിസ്ചാർജ് സമ്മറി ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ വാർഡ് സിസ്റ്ററിനാണ് എന്ത് ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്? ആ കൃത്യമായി ഈ റെസ്പോൺസിബിൾ വാർഡ് സിസ്റ്റർ ഷാൽ ബി റെസ്പോൺസ്. ഇപ്പൊ കാണുന്നില്ലേ? ഞാനിവിടെ ഷെയർ ചെയ്തിട്ട് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് എടുത്തു വെക്കാം കേട്ടോ.
വാർഡ് സിസ്റ്ററിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം. പേഴ്സൺ ടു എൻഷുർ കംപ്ലൈൻസസ് വിത്ത് പോളിസി ലൈക്ക് ബില്ലിംഗ്, ഡ്യൂറേഷൻ ടു ഫിനിഷ് എ ഡിസ്ചാർജ് പ്രൊസീജിയർ. ഡിസ്ചാർജ് പ്രൊസീജിയർ പൂർത്തിയാക്കാനുള്ള സമയം, ബില്ലിംഗ്, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? വാർഡ് സിസ്റ്ററിനാണ്. പിന്നെ ഡിസ്ചാർജ് സമ്മറിയിൽ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. ഇനി പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയിൽ ആ കോസ് ഓഫ് ഡെത്ത്, എന്താണ് മരണത്തിന്റെ കാരണം എന്നുള്ളത് കൂടി അതിൽ ഉൾപ്പെടുത്തണം. പിന്നെ നേഴ്സസിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി പറഞ്ഞേക്കുന്നതാണ് കംപ്ലീറ്റിംഗ് ദ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ്. ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തം നേഴ്സിനാണ്. പിന്നെ അടുത്തത് പറഞ്ഞേക്കാണ് ഈ മെഡിക്കൽ റിക്വസ്റ്റിന് എതിരായിട്ട് പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആ റിസ്കുകൾ കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ ആ കൺസെന്റ് ആ ലെറ്റർ അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10th പോയിന്റില് ആ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് പേഷ്യന്റ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ എന്താ അവിടെ നമ്മൾ ലാമ പറഞ്ഞു, എഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അവിടെ ലാമ ഫോമില് എന്ത് ചെയ്യണം, ആ പേഷ്യന്റിനെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്യിക്കണം, സിഗ്നേച്ചർ വേണം. പിന്നെ അടുത്തത് പറഞ്ഞത് നമുക്ക് ഈ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് സിഎംഒയുടെ അനുമതിയോടുകൂടി ഒരു OP കൺസൾട്ടേഷനായി കണ്ട് ട്രീറ്റ്മെന്റ് നൽകിയിട്ട് അവരെ മടക്കി വിടാവുന്നതാണ്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഒരു നല്ലൊരു ഡിസ്ചാർജ് പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഡിസ്ചാർജ് പ്ലാനിങ് എന്താ, ഡിസ്ചാർജ് ഒരു നല്ലൊരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ്, പേഷ്യൻസ് പൂർണ്ണ സംതൃപ്തരായിരിക്കും. അങ്ങനെ 12 പോയിന്റ്സും ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർമ്മപ്പെടുത്താവുന്ന. ഓക്കെ അല്ലേ? ഇനി അതിൽ വേറെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ലീവ് എഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ ലാമ എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റ് സ്വന്തം ഇഷ്ടത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുക, കൺസൾട്ടന്റ് പറയാതെ. ഇനി അവിടെ നോക്കിയ ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് പ്രോസസ്സ് നടക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, നമ്മളും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഡിസ്ചാർജ് ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ ഡിസ്ചാർജ് പ്രോസസ്സ്, അതിന്റെ ഫ്ലോ ചാർട്ട്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. നോക്കി വെക്കണം കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ഓർഡർ കൊടുക്കും. ഡോക്ടർ അവിടെ ഓർഡർ എഴുതി കൊടുക്കാം അല്ലെ? ഡോക്ടർ അല്ലേ പറയണത് ഈ പേഷ്യന്റിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഡോക്ടർ ഒരു നിർദ്ദേശം നൽകുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഡോക്ടർ ഡിസിഷൻ പറഞ്ഞല്ലോ, ഡോക്ടർ അത് എന്താ ഇന്ന് ഡിസ്ചാർജ് ആണ് എന്നുള്ളത് റിട്ടേൺ ഓർഡർ എഴുതി. അത് എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പില് നഴ്സിംഗ് സ്റ്റേഷൻ, ഫാർമസി, ബില്ലിംഗ് തുടങ്ങിയ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ കാര്യം അറിയിക്കുന്നു, ഇൻഫോം ചെയ്യുന്നു. ഈ പേഷ്യന്റ് ഇന്ന് ഡിസ്ചാർജ് ആണ് എന്നുള്ള കാര്യം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കുന്നു. റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻ. മൂന്നാമത്തെ എന്താ? പേഷ്യൻസിന്റെ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യാൻ, ഉപയോഗിക്കാതെ ബാക്കി വന്നിട്ടുള്ള മരുന്നുകൾ ഫാർമസിക്ക് തിരികെ കൊടുക്കുന്ന ഘട്ടമാണത് അല്ലെ? നമ്മൾ ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്തതാണെങ്കിൽ തിരിച്ച് ഫാർമസിയിലേക്ക് നമുക്ക് റിട്ടേൺ കൊടുക്കാം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിന്റെ പൈസ എത്രയാന്ന് വെച്ചാൽ ഫാർമസി നമുക്ക് തരും, അല്ലെങ്കിൽ ടോട്ടൽ ബില്ലില് അത് കിഴിച്ച് തരും അല്ലെ? ഫാർമസിയിലെ പിന്നെ മരുന്നുകൾ വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് കിഴിച്ച് തരാറുണ്ട്. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ പറയും ഇനിയിപ്പോ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണ്ട, വേറെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടില്ലേ? നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഇത് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാത്തതാണെങ്കിൽ നമ്മൾ ആ ഫാർമസിയിലേക്ക് തിരികെ കൊടുക്കാം. അതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ.
റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻസ്, പേഷ്യൻസിന്റെ മരുന്നുകൾ തിരികെ കൊടുക്കുന്ന ഘട്ടമാണ് അത്. പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്, അടുത്ത എന്താണ്, ബില്ലുകൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ പ്രോസസ്സുകൾ നടത്തുന്നു. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ബില്ലുകളും അവിടെ പ്രിപ്പയർ ചെയ്യുകയും ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എന്ത് ചെയ്യുന്നു, അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നു. പ്രോസസ്സ് അവിടെ ചെയ്യുന്നു. നെക്സ്റ്റ്, ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഇനി ആ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എങ്ങനെയാണ്, ഏതാണ് രീതി, മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, രീതി. അവിടെ ആ പേയ്മെന്റിന്റെ രീതിയാണ്, ക്യാഷ് ആണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണോ, ഏതാണോ മോഡ് ഓഫ് പേയ്മെന്റ് എന്നുള്ള കാര്യം അവിടെ പറയണം. ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്, ക്യാഷ് ആണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണോ ആ രീതി. Then verification with the respective insurance providers if any. ഇനി എന്താണ്, വെരിഫിക്കേഷൻ ആണ് അവിടെ. ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ട ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സുമായിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തുന്നു. ഇപ്പൊ ഇൻഷുറൻസ് ആണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ആ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നു. ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സുമായിട്ടുള്ള വെരിഫിക്കേഷൻ ആണ്. അതായത് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശരിയാണോ എന്നുള്ളത്, ഇൻഷുറൻസ് ആണെങ്കിൽ അതായത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, ക്യാഷ് ആണെങ്കിൽ നേരെ നമ്മൾ ക്യാഷ് കൊടുത്ത് സെറ്റ് ചെയ്യല്ല അവിടെ. ഇനി ക്യാഷ് ഓർ ഇൻഷുറൻസ് എന്നാണ്. ഇപ്പൊ ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അടുത്തത് പെട്ടെന്ന് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ അവരാക്കൂല, അത് വെരിഫിക്കേഷൻ നടത്തും. വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡർ, അതായത് ഇൻഷുറൻസ് പ്രൊവൈഡർ, ഇൻഷുറൻസ് കമ്പനി, അതുമായിട്ട് വെരിഫിക്കേഷൻ നടത്താണ്. ഇനി inform what to pay the bill by the payments. ഇനി എന്ത് ചെയ്യുന്നു, അതിനുശേഷം വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം വാർഡിലേക്ക് അറിയിക്കുന്നു പേഷ്യന്റിന്റെ ബില്ല് പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ട്. ബില്ല് അടയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനോട് ആ വാർഡിലേക്ക് അറിയിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യണം, സെറ്റിൽമെന്റ് ഓഫ് ബില്ല് നമ്മൾ സെറ്റിൽ ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത നോക്കിയേ, കളക്ഷൻ, ഡിസ്ചാർജ്, മെഡിക്കേഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ മരുന്നുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നമുക്ക് വീട്ടിൽ ചെന്ന് കഴിക്കാനൊക്കെ മെഡിസിൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഫാർമസിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഇനി എന്താണ്, മെഡിക്കേഷൻസ്, എന്തൊക്കെ മരുന്നുകൾ എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറിയും നമുക്ക് നമ്മുടെ കൈകളിലേക്ക് തരും അവര്. അടുത്ത് നോക്കിയേ, അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഈഫ് നീഡഡ്. ഇനി എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആംബുലൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു വാഹന സൗകര്യങ്ങളോ ആവശ്യം ഉണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യുന്നു. അടുത്ത എന്താ, ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് ദ പേഷ്യന്റ് ഫ്രം HIS. ഉണ്ടോ, എന്താ പറഞ്ഞേക്കുന്ന, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS, അതിൽ നിന്ന് പേഷ്യൻസിനെ റിമൂവ് ചെയ്യുന്നു. ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് സംബന്ധിച്ചുള്ള രേഖകൾ അത് ഡോക്യുമെന്റ് ആക്കുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ആ പേഷ്യന്റിനെ റിമൂവ് ചെയ്യുന്നു. അതായത് അവിടെ ഡിസ്ചാർജ് ആക്കി, ഇനി അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടില്ല, അവിടെ ഡിസ്ചാർജ് ആണ് എന്നുള്ള കാര്യം അവിടെ ഡോക്യുമെന്റ് ആക്കി വെക്കുന്നു. അപ്പൊ അത്രയും സ്റ്റെപ്പുകളാണ് ഡിസ്ചാർജ് പ്രോസസ്സിൽ വരുന്നത് കേട്ടോ. ആദ്യം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന, പ്രിസ്ക്രിപ്ഷൻ അല്ല, അതായത് ഡിസ്ചാർജ് അത് റിട്ടേൺ ഓർഡർ എഴുതുന്നത് മുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ ഡിസ്ചാർജ് ഡോക്യുമെന്റുകൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് പേഷ്യൻസിനെ റിമൂവ് ചെയ്യുന്നത് വരെയുള്ള ആ സ്റ്റെപ്പുകളാണ് പറഞ്ഞേക്കുന്നത്. അതും നിങ്ങളൊന്ന് വായിച്ചു വെക്കാം. അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേരെ കേട്ടോ. പിന്നെ അതിന്റെ ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ബുദ്ധിമുട്ടുണ്ടോ അത് ഓർഡർ അനുസരിച്ച് നിങ്ങൾ അങ്ങ് നോക്കി വെച്ചാൽ മതി. ഡോക്ടർ ഡിസ്ചാർജ് പറയുന്നു, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഫാർമസി, ബില്ലിംഗ്, അങ്ങനെയുള്ള മറ്റു നഴ്സിംഗ് സ്റ്റേഷൻ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആ വിവരം അറിയിക്കുന്നു. പിന്നെ പേഷ്യൻസിന് മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിട്ടേണിങ് അത് ചെയ്യാനുള്ള ഇതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ബില്ലുകൾ കാര്യങ്ങൾ തയ്യാറാക്കുന്നു, അതിന്റെ പ്രോസസ്സുകൾ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അടുത്തത് അവരെന്ത് ചെയ്യുന്നു, മോഡ് ഓഫ് പേയ്മെന്റ് ഏത് രീതിയാണ്, ക്യാഷ് ആണോ അത് ഇൻഷുറൻസ് ആണോ അത് വെരിഫൈ ചെയ്യുന്നു.
അതാണ് ചെക്ക് ദ മോഡ് ഓഫ് പേയ്മെന്റ് ആൻഡ് ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു അവര്? ഇൻഷുറൻസ് ആ റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് അവരുമായിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ അങ്ങോട്ട് നോക്കും. ഇനി ക്യാഷ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? നേരെ പേഷ്യൻസിനോട് ക്യാഷ് അടയ്ക്കാൻ അവരോട് ആവശ്യപ്പെടും, വാർഡിലേക്ക് അറിയിക്കും, ഇൻഫോം ചെയ്യുന്നു. പേ ദ ബിൽ ബൈ ദ പേഷ്യന്റ്. എന്നിട്ട് നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യുന്നു. ബില്ല് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? നമുക്ക് ആ മരുന്നുകൾ, പിന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് മെഡിസിൻസ് ഉണ്ടാവും. ആ ഡിസ്ചാർജ് മെഡിസിൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. പിന്നെ മെഡിക്കേഷൻസ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങുന്നു. മെഡിക്കേഷൻ എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ദ ഡിസ്ചാർജ് സമ്മറി. മെഡിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നമുക്ക് ആ ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ആവശ്യമാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തു തരുന്നു. ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ. Then documentation of discharge and remove the patient from HIS. ഇനി ഡിസ്ചാർജ് ഡോക്യുമെന്റേഷൻ പറയുന്നു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് പേഷ്യന്റിനെ റിമൂവ് ചെയ്യിക്കുന്നു. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ആ ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളണം അവിടെ. ഇനി അടുത്തത്, വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി? എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി? നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഡിസ്ചാർജ് സമ്മറി നമുക്ക് തരും. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട് ബൈ എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ആര് തരുന്നതാ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് തരുന്ന ഒരു ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, ഡാഷ് ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ഇനി എപ്പോഴത്തെയാണൊക്കെ? അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റേ. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യുക. നമ്മളത് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞ് നമ്മൾ തിരികെ പോരൂലേ? ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് തയ്യാറാക്കുന്ന ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി. എല്ലാവരും ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എപ്പോഴാ അത് തരുന്നത് നമുക്ക്? അവിടുന്ന് കൺക്ലൂഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റേ. ഹോസ്പിറ്റലിലെ നമ്മൾ സ്റ്റേ കഴിഞ്ഞ് പോരുമ്പോഴേ കഴിയുള്ളൂ അല്ലെ? അറ്റ് ദ ടൈം നമ്മൾ അവിടെ ഇൻപേഷ്യന്റ് ആയി കിടക്കുമ്പോൾ തന്നെ കാര്യമില്ല. ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോഴാണ് നമുക്ക് ആ ഡിസ്ചാർജ് സമ്മറി തരുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ് ഈ ഡിസ്ചാർജ് സമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ് എ പ്രൈമറി മോഡ് ഓഫ്. പേജ് നമ്പർ ആണോടാ? പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ടേ പിള്ളേരെ. ടെക്സ്റ്റ് എടുത്ത് വെച്ചേക്കണവര്. പേജ് നമ്പർ 5 ആണ് കേട്ടോ. ഓക്കെ, കിട്ടിയില്ലേ? അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഞാനിവിടെ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒന്നോടെ ഒന്ന് സെറ്റ് ചെയ്തിടാൻ പറയാം കേട്ടോ. ഇതിൽ ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 25th ബാച്ചിൽ ഞാൻ ഉച്ച കഴിഞ്ഞ് കയറിയപ്പോഴേ അത് വേറെ രീതിയിലൊക്കെ ഷെയർ ചെയ്തിട്ടേക്കണം. ഞാൻ ഒന്നോടെ പറയാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് ആ ടെക്സ്റ്റ് ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഡിസ്ചാർജ് സമ്മറി ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്. നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തിടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഷെയർ ചെയ്തിടാൻ പറ്റുമോ ഈ സ്ക്രീന്? പറ്റുമോ? അങ്ങനെ ഇല്ല അല്ലെ? ടെക്സ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയില്ലേ? നിങ്ങളുടെ കയ്യിൽ ഇല്ലേ ടെക്സ്റ്റ്? യെസ്, ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അങ്ങ് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഇതെന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഓഫൺ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താ? നമ്മുടെ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം തന്നെയാണ്. ആരൊക്കെ തമ്മിലാ? ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡർ. ആ ഹോസ്പിറ്റലിലെ കെയർ ടീമും അതിനുശേഷം ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയി, ഇനി നമുക്ക് വേറൊരു ഡോക്ടറിനെ കാണണോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പറ്റില്ലേ?
അപ്പൊ നമ്മള് എന്തൊക്കെ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ വരാന്നറിയോ നിങ്ങക്ക്? നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ ആകാനുള്ള റീസൺ, എന്താണ് നമ്മുടെ രോഗം, എന്താണ് നമ്മൾ അഡ്മിറ്റ് ആയത്, ഡിസ്ചാർജ് ചെയ്ത ഡേറ്റ്, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്, മെഡിക്കൽ ഡീറ്റെയിൽസ്, അല്ലെ, ഡയഗ്നോസിസ് കാര്യങ്ങള്, എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ കഴിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രൊസീജിയർ ആയിട്ട് ട്രീറ്റ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ ഫിസിഷ്യന്റെ ആ സിഗ്നേച്ചർ ഉണ്ടാവും. ഏത് ഡോക്ടറാണ് നമ്മൾ കണ്ടേന്നുള്ള ഫിസിഷ്യന്റെ സിഗ്നേച്ചറും അതിനകത്ത് ഹോസ്പിറ്റലിന്റെ സീലും ഒക്കെ ഉണ്ടാകും. ഇത് ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മൾ ആ ഡോക്ടറിനെ കണ്ടു, ഓക്കെ. ഇനി പിന്നീടാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണെങ്കിലും ആ ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ട്രീറ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടൂലേ. ഇപ്പൊ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഒരു റെഫറലായിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ, ഡിസ്ചാർജ് സമ്മറിയോടുകൂടി പോവുകയാണെങ്കിൽ ആ ഡോക്ടറിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂലേ എന്തായിരുന്നു അസുഖം, എന്തൊക്കെ മെഡിസിൻസ് ആണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാക്കും. അപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ എന്താ പറയാ ഒരു കണ്ടിന്യൂറ്റി അവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ അതാണ് ഇപ്പൊ ഹോസ്പിറ്റലിലെ കെയർ ടീമും ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ കെയർ ചെയ്യുന്ന ആളുകളില്ലേ, അവർക്കും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു മോഡാണ്, പ്രൈമറി മോഡാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ആ സെക്കൻഡ് സെന്റൻസും നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 2 സെന്റൻസേ ഉള്ളൂ ഡിസ്ചാർജ് സമ്മറി എന്താണെന്നുള്ളത്. ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. The discharge summary shall include, ഇനി ഇവിടെ പറഞ്ഞേക്ക് നോക്കിയേ, ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുന്നത് അതും നോക്കിക്കൊള്ളണം. 1, 2, 5 പോയിന്റ്സ് ഉണ്ട്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ സെക്ഷൻ കേട്ടോ. അതായത് ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയോ ഉൾപ്പെടുന്നതെന്ന് നോക്കിയേ. ദ റീസൺ ഫോർ അഡ്മിഷൻ, നമ്മൾ അഡ്മിഷൻ ആവാനുള്ള റീസൺ, അതായത് എന്താണ് നമ്മുടെ രോഗം, അല്ലെ. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്, എന്താണ് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങള്, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, നമ്മുടെ കണ്ടെത്തൽ എന്താണ്, അതായത് ഡയഗ്നോസിസ് ആൻഡ് ദ പേഷ്യൻസ് കണ്ടീഷൻ ഓൺ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അടുത്ത നോക്കിയത് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട് എന്താണ്, ലബോറട്ടറി റിസൾട്ട് എന്താണ്, ഈ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയർ ഡൺ ഇഫ് എനി, എന്തൊക്കെ മരുന്നുകളാണ് നൽകിയത്, ഏതൊക്കെ പ്രൊസീജിയർ ആണ് ചെയ്തത്, ഈ കാര്യങ്ങളും ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാകും. ഫോളോ അപ്പ് അഡ്വൈസ്, ഫോളോ അപ്പ് കാര്യങ്ങൾ, അപ്പൊ അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ പോകുന്നു. പിന്നെ ഫോളോ അപ്പ് അഡ്വൈസുകൾ, എന്തൊക്കെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇനി വല്ല ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ടോ, ഫോളോ അപ്പ് കെയറുകൾ എന്താണ്, ആ കാര്യങ്ങള്. പിന്നെ മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഹൗ ടു obtain urgent care in an understandable manner. ഉണ്ടോ, മരുന്നുകൾക്കുള്ള ഏതൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കേണ്ടത്. PDF കാണുന്നുണ്ടോ അവിടെ? കുറച്ച് പേര് കാണുന്നുണ്ടെന്നാണോ മെസ്സേജ് എത്തുന്നത്? കാണുന്നില്ല എന്ന് തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാട്ടോ. ഇല്ല. Medications are other instructions and how to obtain urgent care in an understandable manner. കണ്ടോ, അതായത് നമ്മുടെ മെഡിസിൻസിന്റെ എന്തൊക്കെ മെഡിസിൻസുകൾക്കും അതുപോലെ തന്നെ മറ്റ് നിർദ്ദേശങ്ങൾക്കും ഒപ്പം തന്നെ അർജന്റ് കെയർ നമുക്ക് ഇങ്ങനെ നേടാം എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തണം. മെഡിക്കേഷൻസും അതുപോലെ മറ്റുള്ള നിർദ്ദേശങ്ങളും അത്ര നോക്കിയാൽ മതി. മെഡിക്കേഷൻസ് ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആ പോയിന്റ്സും 5 കൂടി നോക്കാട്ടോ. അഡ്മിഷൻ ആവാനുള്ള റീസൺ, അവിടെ കണ്ടെത്തലുകള്, ഡയഗ്നോസിസ്, പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കണ്ടീഷൻസ്, പിന്നെ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ടുകള്, മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയർ ഡൺ, ഏതൊക്കെ മരുന്നുകളാണ് നൽകുന്നത്, ഏതൊക്കെ പ്രൊസീജിയർ ആണ് ഇവർ ചെയ്യുന്നത്, ഫോളോ അഡ്വൈസ്, മെഡിക്കേഷൻസ് ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻ. നമ്മളിപ്പോ ഇങ്ങനെ നമ്മളത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ നമുക്കൊരു അർജന്റ് കെയർ നേടാം എന്നുള്ളത്, മറ്റുള്ള ഇൻസ്ട്രക്ഷൻസും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മെഡിക്കേഷൻസ് സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ ആ ചാപ്റ്റർ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഞാനേ
ഒന്നുകൂടി ഇവിടെ ഷെയർ ഇടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഷെയർ ചെയ്തേക്കണ കളർ സ്റ്റോപ്പ് ചെയ്തിട്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എത്ര സമയം നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. എപ്പോഴാ പോകുന്ന ടെക്സ്റ്റ് കൊടുത്ത് വെച്ചോട്ടെ എന്തായാലും. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ ഓക്കെ ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. ഇത്തിരി എന്താ പറയാ, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ അല്ല, നമ്മൾ കുറച്ച് ഹോസ്പിറ്റലിന് പുറത്തേക്ക് നമ്മളൊന്ന് പോകുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് കേട്ടോ. ചാപ്റ്റർ 3 ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ചാപ്റ്റർ 3 ആണ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തോ ആരെങ്കിലും. 12. ഓക്കെ, ഫെമി ഇവിടെ ഇട്ടുണ്ട് 12. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മാൻ പവർ ആണ്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, നമുക്കൊരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഉണ്ടാക്കി ഇടണമെന്ന് നമുക്ക് തോന്നുകയാണ്, നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോ അവിടുത്തെ ആ പ്രവർത്തനത്തിന് ഒരുപാട് വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ അവിടെ കുറെ ഫെസിലിറ്റിയോ മാത്രം മതിയോ? അവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസിന് ആര് വേണം? അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ആര് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം, മാൻ പവർ വേണം. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു അസറ്റ് തന്നെയാണ് അല്ലെ. അവരില്ലെങ്കിൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ളതാണ് ആര്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഒരു ഓർഗനൈസേഷനിൽ ഇതിപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല കേട്ടോ. മൊത്തത്തിൽ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇത് കുറച്ച് ഡീറ്റെയിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പല നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇത് വലിയൊരു ബൾക്കായിട്ട് ഒരു പാരഗ്രാഫ് ആയിട്ട്, അവിടെ ഒരു പാരഗ്രാഫ് അല്ല, ചെറിയ ചെറിയ കുഞ്ഞു പാരഗ്രാഫ് ആയിട്ടാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കുന്നത്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അത്യാവശ്യം ഞാൻ പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. In order to achieve the organization goal, which are most likely to be multiple well-organized devices, a set of rules, sometimes called the policies, programs, and rules, regulations, procedure, or guidelines. എന്താ പറഞ്ഞേക്കുന്നേ? നമുക്കൊരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന്, നേടിയെടുക്കുന്നത് ആര് വേണം? അവിടെ ഒരു സം സെറ്റ് ഓഫ് റൂൾസ് അല്ലെ. അല്ലാതെ നമ്മൾ തോന്നിയ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിച്ചാല് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. അതിന് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സെറ്റ് ഓഫ് റൂൾസ്, അത് ഒരു സെറ്റ് റൂളുകൾ വേണം, നിയമങ്ങൾ വേണം അവിടെ. Sometimes called policies, അതിനെ നമ്മൾ പോളിസീസോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ, റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയർ ഓർ ഗൈഡ് ലൈൻസ്, അത് ആസൂത്രണം ചെയ്യണം അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനെ അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളാണെങ്കിൽ വീട്ടിൽ ഒരു കാര്യങ്ങൾ നല്ല ചിട്ടയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമല്ലേ നമുക്കത് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പൊ മിക്കവാറും എല്ലാവരും ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യല്ലേ മന്ത്ലി, നമുക്ക് ഇത്രയും ഇൻകം ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താലല്ലേ നമുക്ക് നമ്മുടെ ആ ഒരു സാലറി കൊണ്ട് ആ മാസത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. കിട്ടണത് മുഴുവൻ പല രീതിയിൽ നമ്മൾ ചെലവാക്കി അല്ലെങ്കിൽ ഇതായി കഴിഞ്ഞ് നമുക്കത് ഒരു നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റുമോ?
അപ്പൊ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ഒരു ഓർഗനൈസേഷന്റെ അതിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ എന്ത് വേണം? കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം വേണം, ഈ സെറ്റ് ഓഫ് റൂൾസ് വേണം. അതിനെയാണ് നമ്മള് പോളിസീസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഓർ റൂൾസ് ഓർ റെഗുലേഷൻ, നിയന്ത്രണങ്ങള് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് ഗൈഡ് ലൈൻസ്, കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇതൊക്കെ രൂപപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷനെ അതിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ പറയുന്നത്? ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. ഓക്കെ, അല്ലാതെ തോന്നിയ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റില്ല. അത്രയാ പറയുന്നത്. 4 types of resources in an organization. ഇന്ന് ഓർഗനൈസേഷനിൽ നമുക്ക് 4 തരത്തിലുള്ള റിസോഴ്സുകൾ ഉണ്ട്. ഏതൊക്കെയാന്നൊക്കെ? ഒന്നാമത്തെ മണി, അണ്ടർലൈൻ ചെയ്യണോട്ടോ അത്. 4 types of resources in an organization. മണി, പൈസ ഉണ്ട്. അതുപോലെ മെറ്റീരിയൽസ് വേണ്ടേ? മെറ്റീരിയൽസ്, സാധനങ്ങൾ ഇത് വേണം. മിഷനറീസ് വേണം. ഫിക്സ്ഡ് അസെറ്റ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഫിക്സ്ഡ് അസെറ്റ് സ്ഥിര ആസ്തിയാണ് അല്ലെ. നമുക്ക് എക്യുപ്മെന്റ്സുകൾ വേണ്ടേ? ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തെ കമ്പ്യൂട്ടർ ഇതൊരു മിഷീനാണ്. മിഷനറീസ് ഇത് വേണം നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെ. ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. ഏതൊരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും എന്ത് വേണം? എന്തൊക്കെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്? 4 types of റിസോഴ്സില് മണി, മെറ്റീരിയൽ, മിഷനറി ആൻഡ് മാൻ. അടുത്തത് ആരാ? ഹ്യൂമൻ റിസോഴ്സ്. ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ആളും വേണ്ടേ? ഇവിടെ ഇപ്പൊ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് വരില്ലല്ലോ. ഞാനിവിടെ ഇരുന്ന് ക്ലാസ് എടുക്കണ്ടേ? അപ്പൊ ഒരു മാൻ പവറും കൂടി വേണ്ടേ അവിടെ? ഹ്യൂമൻ റിസോഴ്സും കൂടി വേണം. ഇതാണ് ഒരു ഓർഗനൈസേഷന്റെ 4 types of resources എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതിനകത്ത് പറഞ്ഞത് ഏതാണെന്നുള്ളത്. മണി, മെറ്റീരിയൽ, മിഷനറി, മെൻ. എല്ലാം എം വെച്ച് തന്നെ തുടങ്ങുകയാ. മണി, മെറ്റീരിയൽ, മിഷനറി ആൻഡ് മെൻ. എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. An organization cannot accomplish their objectives without human effort. ശരിയല്ലേ? ഒരു ഓർഗനൈസേഷന്, ഒരു സ്ഥാപനത്തിന് അതിന്റെ ആ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റില്ല, നേടാൻ പറ്റില്ല, അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്തില്ലെങ്കിൽ? ഹ്യൂമൻ എഫേർട്ട് ഇല്ലെങ്കിൽ, ഹ്യൂമൻ ഇല്ലെങ്കിൽ അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലാണ്, അവിടെ ഡോക്ടറോ നേഴ്സോ സ്റ്റാഫോ ആരും ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറെ മെഷീൻസും കുറെ ബിൽഡിങ്ങും ഉള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. അതാ പറഞ്ഞേക്കുന്നത്. എന്താണ്? അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ആര് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം, മാൻ പവർ വേണം അവിടെ. എങ്കിൽ മാത്രമാണ് മനുഷ്യന്റെ ഒരു എഫേർട്ട് ഇല്ലാതെ, ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ അവരുടെ ലക്ഷ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റില്ല. Managing the sentence കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. An organization cannot accomplish their objectives without human effort. Managing the human component is a pivotal and the most important task because we all else depend on how well it is done. കണ്ടോ? ഇനി ഈ മാൻ പവറിനെ കൈകാര്യം ചെയ്യുക, ഹ്യൂമൻ കമ്പോണന്റ് എന്ന് പറയുന്നത് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക്. മിഷീനാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെക്കാം, ശരിയാ. പക്ഷെ ഒരു മനുഷ്യനോട് പറയുകയാണെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞ അയാളും കൂടി ആലോചിച്ചിട്ട് മാറണോ വേണ്ടയോ എന്ന് ആലോചിക്കൂലേ? അപ്പൊ നമ്മൾ മെഷീൻസ് മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല എന്ത് ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്യും. മാനേജിങ് ഹ്യൂമൻ കമ്പോണന്റ്. മാനേജിങ് ഹ്യൂമൻ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കാണ്. അതൊരു ടാസ്ക് തന്നെയാണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഓൾ ഈസ് ഡിപ്പെൻഡ് ഓൺ ഹൗ വെൽ ഇറ്റ് ഈസ് ഡൺ. അതായത് എങ്ങനെ, കാരണം മറ്റെല്ലാവരും അതെങ്ങനെ ചെയ്യും എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ മനുഷ്യനെ എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യും, അതിനനുസരിച്ചിരിക്കും ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഉയർച്ച എന്ന് പറയുന്നത്. നമ്മൾ അവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അവരെ ഇപ്പൊ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ആ കമ്പനിക്ക് അവിടെ ഉയർച്ച ഉണ്ടാവും അല്ലേ? അതൊരു നല്ലൊരു വിജയത്തിലേക്ക് എത്തും. എന്നാൽ അവിടുത്തെ ആളുകളെ മാനേജ് ചെയ്തില്ല, അവര് തോന്നിയിരിക്കാം ഇഷ്ടമുള്ളപ്പോ വരുന്നു, ഇഷ്ടമുള്ളവരെ ചെയ്യുന്നു, ആരും ഗൈഡ് ചെയ്യാനുമില്ല, ഒന്നുമില്ല. മര്യാദയ്ക്ക് അവരെ മാനേജ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കറിയാതൊരു മോശമല്ല. ചിലപ്പോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് കൂട്ടി പോണ്ട വരും.
അല്ലെ? അതായത് അവര് മാനേജ് ചെയ്യുക, ഹ്യൂമൻ കമ്പോണന്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ആണ്. അതായത് എങ്ങനെ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ എന്തെന്ന് പറയുന്ന ഉയർച്ച, അല്ലെ? അതിന്റെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. As a result, the man, അപ്പൊ അതിനകത്ത് ആ മണി, മെറ്റീരിയൽ, മിഷനറി, മെൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. As a result, the managers have a prime responsibility not only for the behavior and performance of other people, but also their own department. ഇനി മാനേജേഴ്സിന് എന്താണ് അവരുടെ ബിഹേവിയർ, പെർഫോമൻസ്, മറ്റുള്ള ആളുകളുടെ സ്വഭാവവും പെർഫോമൻസും അത് നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമല്ല ഉള്ളത്. എന്താണ് അത്? ബട്ട് ഓൾസോ ദെയർ ഓൺ ഡിപ്പാർട്ട്മെന്റ്, അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി കാര്യങ്ങള്, അതിന്റെയും കൂടി ഉത്തരവാദിത്വം ഉണ്ട് മാനേജേഴ്സിന്. ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഓരോ ഇതിന്റെയും മാനേജേഴ്സില്ലേ, അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യണം. അവിടുത്തെ ആളുകളുടെ പെർഫോമൻസ്, ബിഹേവിയർ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി കൈകാര്യം ചെയ്യണം. അതിന്റെയും കൂടി ഉത്തരവാദിത്വം ഉണ്ട്. The greater the commitment of the members to organization goals, the greater is the degree of effectiveness with which organization work. കണ്ടോ, നമ്മൾ പറഞ്ഞു തന്നെയാണ്. എന്താ പറഞ്ഞേക്കണേ? ഒരു ഓർഗനൈസേഷന്റെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ്, ആ ലക്ഷ്യം, അതിന് അവിടുത്തെ മെമ്പേഴ്സിന് ഒരു നല്ലൊരു പ്രതിബദ്ധതയുണ്ട്, അല്ലെ? ഇപ്പൊ ഈ ഒരു ഇതിന്റെ വിജയത്തിന് അവിടുത്തെ മെമ്പേഴ്സിന്റെ ഒരു പ്രതിബദ്ധതയുണ്ട്. അവരെല്ലാവരും നല്ല കട്ടക്ക് നിന്ന് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും, അല്ലെ? അവര് നല്ല രീതിയിൽ അവർക്കുടെ ആ ഒരു ഗ്രേറ്റർ ഈസ് ദ ഡിഗ്രി ഓഫ് എഫക്റ്റീവ്നെസ് which the organization work. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള്, അതിനോടുള്ള മെമ്പേഴ്സിന്റെ പ്രതിബദ്ധത കൂടുന്തോറും ആ മെമ്പേഴ്സ് എത്രത്തോളം അവിടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കുടെ പ്രതിബദ്ധത കൂടുന്തോറും ഓർഗനൈസേഷന്റെ ആ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തിയും എന്ത് ചെയ്യും? വർദ്ധിക്കും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The greater the commitment of the members to organization goals, ഓർഗനൈസേഷന്റെ ലക്ഷ്യം, അല്ലെ? അതിനോട് എന്താണ് ആ മെമ്പേഴ്സിന്റെ പ്രതിബദ്ധത കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന്റെ ആ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, അതും വർദ്ധിക്കും, അല്ലെ? ആ കമ്പനിനെ മനസ്സിലാക്കി ആ കമ്പനിയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തണം എന്ന മെമ്പേഴ്സിന് എല്ലാവർക്കും ചിന്തയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ ഉയർച്ചയിലേക്ക് എത്തിക്കണമെന്ന് എല്ലാ മെമ്പേഴ്സിനും ചിന്തയുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഓർഗനൈസേഷന്റെ ഫലപ്രാപ്തി വർദ്ധിക്കും. ശരിയല്ലേ ഈ പറയുന്ന കാര്യങ്ങള്? മെമ്പേഴ്സ് നല്ല ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു? ആ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫലപ്രാപ്തി, എഫക്റ്റീവ്നെസ്, അതിന്റെ ആ ഡിഗ്രി ഓഫ് എഫക്റ്റീവ്നെസ് എന്ത് ചെയ്യും? കൂടും. ഹ്യൂമൻ റിസോഴ്സ് ഓർ പീപ്പിൾ അറ്റ് വർക്ക് ദ മേജർ കമ്പോണൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ആര്? ഹ്യൂമൻ റിസോഴ്സ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. ഇറ്റ് ഈസ് ദിസ് ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. കണ്ടോ, ആ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ കുറെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടു, കുറെ ഫെസിലിറ്റി കൊണ്ടുവന്ന് വെച്ചു, കുറെ എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുവന്നിട്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. വിച്ച് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ, ബിക്കോസ് most of the problem in the organization settings are human and social rather than ഏതിനേക്കാളും ഫിസിക്കൽ, ടെക്നിക്കൽ ഓർ എക്കണോമിക്. കണ്ടോ, അപ്പൊ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ആരാ? ഭൗതികമായിട്ടുള്ളതോ ടെക്നിക്കൽ ആയിട്ടുള്ളതോ എക്കണോമിക്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ആര് മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ? ഹ്യൂമൻ ആൻഡ് സോഷ്യൽ. കണ്ടോ, ഒരു മനുഷ്യര് മൂലമാണ് നമുക്ക്. പേജ് നമ്പർ എത്രയാ നിങ്ങൾ പറഞ്ഞത്? 25 എന്നോ? 12. ഓക്കെ, 12. പേജ് നമ്പർ 12 കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കണത്. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോന്നേ.
അപ്പൊ അവിടത്തെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓർഗനൈസേഷന്റെ വിജയത്തിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. ബിക്കോസ് എന്തുകൊണ്ടാ മിക്ക ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ആരാണ്? ഹ്യൂമൻ ആണ്. ഏതിനേക്കാളും ഫിസിക്കൽ ഭൗതികമായിട്ടുള്ളത്, ടെക്നിക്കൽ ആയിട്ടുള്ളത്, എക്കണോമിക്സ് സാമ്പത്തികമായിട്ടുള്ള ഇതിനേക്കാളും ഹ്യൂമൻ ആണ്. മനുഷ്യനാണ് ആ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം എന്നാ പറയുന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. The individual who are at a workplace show not only similar behavior pattern and the characteristics to a certain degree, but they also show many difference in behavior. അതായത് ഇൻഡിവിജ്വൽസ് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എല്ലാവരും ഒരേ സ്വഭാവമായിരിക്കോ, ബിഹേവിയർ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 76 കുട്ടികളുണ്ട്. ഞാൻ ഉൾപ്പെടെ 77 പേരുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വഭാവമായിരിക്കും ആണോ? പല ഇതിനകത്തുനിന്ന് വരുന്നവർക്ക് എന്താ, പല ഇൻഡിവിജ്വൽസിനും പല സ്വഭാവമാണ്, ബിഹേവിയർ പാറ്റേൺ ആണ്. അപ്പൊ അവരുടെ ആ ബിഹേവിയറിലും എന്തുണ്ട്, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവര് മാനേജ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. Then each individual who work has its own set of needs, drives, goals and experience. ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ടാകും അവർക്കുടേതായ ആവശ്യങ്ങൾ, അവരുടേതായ ആവശ്യങ്ങൾ, അവര് ഡ്രൈവ്സ്, ഗോൾസ്, ലക്ഷ്യങ്ങള്, എക്സ്പീരിയൻസ്, ഇതെല്ലാരും എന്താണ്, ഓരോ വ്യക്തികൾക്കും വ്യത്യാസമായിരിക്കും. ഓരോ ഇൻഡിവിജ്വൽസിനും വ്യത്യാസമായിരിക്കും അവർക്കുടെ its own sets of needs, drives, goals and experience. Each human being is a product of his biological inheritance as well as result of interaction with this environment. ഓരോ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്, ഓരോ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് as a product of biological inheritance, നമുക്കറിയാം പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുമായിട്ടുള്ള ഇടപെടലിന്റെയും ഫലമാണ് ഓരോ ഇൻഡിവിജ്വൽ. അതുകൊണ്ട് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്. ഓരോരുത്തർക്കും അവരുടേതായ നീഡ്സ്, ഗോൾസ്, എക്സ്പീരിയൻസ്, ഡ്രൈവ്സ്, അവരെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ്, ഇതെല്ലാം അവർക്ക് വ്യത്യാസമായിരിക്കും. People come to the workplace with some specific motives like to earn money. ഇനിയിപ്പോ ആളുകൾ എങ്ങനെയാണ് ആ വർക്ക് പ്ലേസിലേക്ക് വരുന്നത്, എന്തുദ്ദേശിച്ചിട്ടാ വരുന്നത്? ടു ഏൺ മണി, പൈസ സമ്പാദിക്കുക, അല്ലെ? നമ്മൾ എന്തിനാ ജോലിക്ക് പോണേ? എന്തിനു വേണ്ടിയാണ്? ടു ഏൺ മണി, പൈസ സമ്പാദിക്കാം. ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, ഒരു തൊഴിൽ നമുക്ക് കിട്ടുക. ടു ഹാവ് എ ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിലേക്ക്, അല്ലെ? ഭാവിയിലേക്ക് നല്ലൊരു മികച്ച സാധ്യതകൾ, നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ്, നല്ലൊരു സാധ്യതകൾ നേടുക. ടു ബി ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ബീയിങ്, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മളെ പരിഗണിക്കുക. while they are at the place of work, വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ. ഇതൊക്കെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും അവന്റെ വർക്ക് പ്ലേസിലേക്ക് വരുന്നത്, അല്ലെ? എന്തൊക്കെ പറഞ്ഞേക്കുന്ന അവിടെ? എല്ലാ ആളുകളും വർക്ക് പ്ലേസിൽ വരുന്നത് എന്താണ്? ടു മോട്ടീവ്സ് ലൈക്ക്, ആ ഒരു മോട്ടിവേഷനോട് കൂടിയാ പൈസ സമ്പാദിക്കുക, എംപ്ലോയ്മെന്റ്, തൊഴിൽ നേടുക, ബെറ്റർ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു എന്താ പറയാ, ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് നല്ല സാധ്യതകൾ നേടുക, കുറച്ചും കൂടി നല്ലൊരു ഇതിലേക്ക് എത്തിപ്പെടുക, പിന്നെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും വർക്ക് പ്ലേസിലേക്ക് വരുന്നത്. They sell their labor for reasonable wage, salary and other benefits. അവരെന്ത് ചെയ്യുന്നു? അവർക്കിടെ നമ്മുടെ അധ്വാനം എന്തിനു വേണ്ടി? റെസ്പോൺസ് വേജ്, അല്ലെ? ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, എനിക്കിവിടെ സാലറി ആയിട്ട് മന്ത്ലി ഇവിടെ നിന്ന് കമ്പനി എനിക്കൊരു പേയ്മെന്റ് തരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ലേബർ, എന്റെ അധ്വാനം, ഞാൻ എന്തിനായിട്ടാണ് എനിക്ക് കിട്ടുന്നത്? വേജ് എന്ന് പറഞ്ഞാൽ എന്താ? കൂലിയായിട്ട്, ഡെയിലിയൊക്കെ കിട്ടില്ലേ? വേജ് ആയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി കിട്ടുന്നതാണ് സാലറി, അല്ലെങ്കിൽ അതർ ബെനിഫിറ്റ്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലേബർ നമ്മൾ അവിടെ വിൽക്കുന്നു. The
these people provide the knowledge and much of energy which this organization objectives are fulfilled. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനിയിലേക്ക് നമ്മൾ ചെന്നു നമ്മുടെ അധ്വാനം നമ്മൾ അവിടെ വിൽക്കുകയാണ്. എന്തിനു വേണ്ടി? നമുക്കൊരു വേജ് കൂലിക്ക് വേണ്ടി, അല്ലെ സാലറി, മറ്റുള്ള ബെനിഫിറ്റ്സ്, ഇതിനൊക്കെ വേണ്ടി നമ്മുടെ അധ്വാനം നമ്മൾ അവിടെ കൊടുക്കുക, ചെയ്ത് വിൽക്കുകയാണ്. അപ്പൊ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ശരിക്കും ചെയ്യുന്നത്? അവർക്കിടെ നമ്മളിപ്പോ നമ്മുടെ നോളേജ്, people provide the knowledge and much of energy. നമ്മുടെ എനർജി അല്ലെ, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമുക്ക് എനർജി നഷ്ടപ്പെട്ടല്ലേ? നമ്മുടെ എനർജി ഇപ്പൊ വലിയ വലിയ ഫിസിക്കലി ഇതായിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിലും അല്ലെ, അവരുടെ എനർജി അവരവിടെ കൊടുക്കാണ്. നോളേജ്, പിന്നെ നോളേജ് കൊടുക്കാണ്. അത് എന്തിനു വേണ്ടിയാ? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ അല്ലേ? നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എന്തിനാ? അവര് നമ്മളുടെ ലേബർ, നമ്മുടെ അധ്വാനത്തിന് അവര് നമുക്ക് കൂലിയായിട്ട് തരുന്നുണ്ട്. എങ്കിലും എന്താ പറയാ, നമ്മുടെ നോളജ്, നമ്മുടെ ആ ഒരു എനർജി, ഇതെല്ലാം ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുക ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ? The management must therefore be aware not only for the organization but also the employee and the self needs. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, എംപ്ലോയിനെയും അവരുടെ ആവശ്യങ്ങളെയും കുറിച്ച് മാനേജ്മെന്റ് ബോധവാന്മാരായിരിക്കണം. ക്ലിയർ ആയോ ആ പാരഗ്രാഫില്? ഇതൊന്നും മനസ്സിലാക്കി വെക്കാട്ടോ, എന്താ പറഞ്ഞേക്കണത് എന്നുള്ളത്. അതായത് ആ പാരഗ്രാഫിൽ നമ്മൾ അവിടെ പറഞ്ഞേക്കുന്ന കാര്യം, ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആരാണ്? ഹ്യൂമൻ ആണ്. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെ മിക്ക ഓർഗനൈസേഷനിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ആരാ? ഹ്യൂമൻ ആണ്. മറ്റുള്ള കാര്യങ്ങൾക്ക് ഫിസിക്കലോ ടെക്നിക്കലോ എക്കണോമിക്കായിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ അവിടെ ഉണ്ടാകുന്ന ആ ഓർഗനൈസേഷനിലെ പ്രശ്നങ്ങള് അതിന് കാരണം ഹ്യൂമൻ ആണ്. അപ്പൊ ഇവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം ആ കമ്പനി അല്ലെ? അതായത് ആ കമ്പനിയുടെ വിജയത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് ആരാണ്? ഹ്യൂമൻ ആണ്. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് തന്നെയാണ്. അപ്പൊ ആളുകള് ജോലി സ്ഥലത്തേക്ക് അവിടെ ചെല്ലുന്നത് പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ് അല്ലെ? അതായത് അത് പൈസ സമ്പാദിക്കുക, നമുക്ക് ജോലി കിട്ടുക, ഭാവിയിലേക്ക് നല്ലൊരു ഇത് നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓർഗനൈസേഷനിലേക്ക് ചെല്ലുന്നത്. അപ്പോ അവരുടെ എന്ത് ചെയ്യുന്നു? അവരുടെ അധ്വാനം അവിടെ വിൽക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് കമ്പനി വേജ് ആയിട്ടോ സാലറി ആയിട്ടോ മറ്റ് ബെനിഫിറ്റ്സുകളായിട്ടോ നമുക്ക് തരും. അപ്പോ അതായത് ആ വർക്കേഴ്സ് അവരുടെ നോളേജ്, അവർക്കുടെ എനർജി എല്ലാം കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കമ്പനിയുടെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും കമ്പനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ആ എംപ്ലോയിയുടെ അവര് ആ ഓർഗനൈസേഷനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, എന്തുകൂടി നോക്കണം? ആ മാനേജ്മെന്റ് അവിടെ എന്ത് ചെയ്യണം? ആ എംപ്ലോയിനെയും അവരുടെ ആവശ്യങ്ങളെ, സെൽഫ് നീഡ്സ്, അവരുടെ ആവശ്യങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. ആ ലാസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓരോ ആ ഒരു സെന്റൻസ് കൂടി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. മിഡിലായിട്ട് പീപ്പിൾ കം ടു വർക്ക് പ്ലേസ് വിത്ത് സ്പെസിഫിക് മോട്ടീവ്സ് ലൈക്ക് ടു ഏൺ മണി, കണ്ടോ? ടു ഏൺ മണി, ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്. ആ ഒരു സെന്റൻസ് കൂടി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ. It is a very important and challenging job in managing people because of the dynamic nature of the people. നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഈ ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. It is a very important and challenging job in managing people. ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ബിക്കോസ് എന്തുകൊണ്ടാ? ഡൈനാമിക് നേച്ചർ ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ നേച്ചർ ഒരുപോലെയല്ല, ചലനാത്മകമായിട്ടാണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്
ഇവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ചലഞ്ചിങ് ജോബാണ്. നോ 2 പീപ്പിൾസ് ആർ അലൈക്ക്. ഇപ്പൊ രണ്ടുപേരും ഒരുപോലെ ആവണമെന്നില്ല, രണ്ട് ആളുകൾ ഒരുപോലെ ആവണമെന്നില്ല. പീപ്പിൾ കനോട്ട് ബി ഓപ്പറേറ്റ് ലൈക്ക് എ മെഷീൻസ്. ഇനി മെഷീൻസ് പ്രവർത്തിക്കുന്ന പോലെ നമുക്ക് ആളുകളെ പ്രവർത്തിപ്പിക്കാനോ ഷിഫ്റ്റ് ചെയ്യാനോ പറ്റുമോ? ഒരു പ്രത്യേക ഒരു ടെമ്പറേച്ചർ ഓൾട്ടേഡ് ലൈക്ക് എ ടെമ്പറേച്ചർ ഇൻ എ റൂം ലേഔട്ട്. ഒരു റൂം ലേഔട്ടില് മെഷീൻസ് നമ്മൾ ഇപ്പൊ മെഷീൻ പ്രവർത്തിക്കുന്ന ജസ്റ്റ് ഒരു സ്വിച്ച് ഓൺ ആക്കി അത് തന്നെ പ്രവർത്തിച്ചോളും. ഇപ്പൊ ആളുകളോടാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. മെഷീനാണെങ്കിൽ ഓക്കെ, നമ്മൾ പിന്നെ ചെന്ന് അത് ഓഫ് ആക്കണവരെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമുക്ക്, അതായത് മെഷീൻസുകൾ ചെയ്യുന്നത് പോലെ നമുക്ക് ആളുകളെ അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല അവിടെ. Therefore, they need a tactful handling by the management personnel. അതുകൊണ്ട് എന്താണ് അവിടെ നല്ല തന്ത്രപരമായി tactful അവരെ നല്ല തന്ത്രപരമായിട്ട് നയപരമായിട്ട് വേണം മാനേജ്മെന്റ് സ്റ്റാഫുകള് അവരെ ഹാൻഡിൽ ചെയ്യാൻ. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഒത്തിരി വരുന്ന ഒരു വേർഡാണ് പേഴ്സണൽ. PRSONNEL സ്റ്റാഫ്, മാനേജ്മെന്റ് സ്റ്റാഫ്. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ തന്നെ തന്ത്രപരമായിട്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. Manpower management is most pivotal job because managing people is the heart and the essence of being manager. ഇനി ഈ മാൻപവർ മാനേജ്മെന്റ്, മാൻപവർ എന്ന് പറഞ്ഞാൽ ആരാ? ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, മനുഷ്യര്. അവരെ മാനേജ് ചെയ്യുക, അവർക്കുടെ മാനേജ്മെന്റ് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മോസ്റ്റ് പിവോട്ടൽ ജോബ്, വളരെ പ്രധാനപ്പെട്ട ജോലിയാണ്. ബിക്കോസ് എന്താണ്, മാനേജിങ് പീപ്പിൾ ഈസ് ദ ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് ബീങ് മാനേജർ. മാനേജർ ഒരു ഹാർട്ടാണ്, അതായത് എന്താ പറയാന്നറിയാം. ഇപ്പൊ നമ്മളൊരു മാനേജറാന്ന് പറഞ്ഞു. ഇപ്പൊ മാനേജർ ആന്ന് പറഞ്ഞ ആ പോസ്റ്റ് കൊടുത്തോണ്ട് മാത്രം അദ്ദേഹം മാനേജർ ആവണമെന്നില്ലല്ലോ. എങ്ങനെ ആയിരിക്കണം ഒരു നല്ലൊരു മാനേജർ? നമ്മളൊരു ഹൃദയത്തെ തട്ടി നമ്മളൊരു മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അതുപോലെ ആയിരിക്കണം. മാനേജർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരെയും മാനേജ് ചെയ്യുക അല്ലെ. അല്ലാതെ ഒരു പോസ്റ്റ് കൊടുത്ത് അയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹൃദയത്തെ തട്ടി ഒരു മാനേജർ എന്ന് പറയാൻ പറ്റൂല. എങ്ങനെയായിരിക്കണം നമ്മളൊരു നല്ലൊരു മാനേജർ എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ആ ഒരു വർക്കിൽ അദ്ദേഹം കാണിക്കണം. പേര് പോലെ തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് എനി ആക്ടിവിറ്റി ദാറ്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ എലമെന്റ്സ് ഓർ റിലേഷൻ ഇൻ ഓർഗനൈസേഷൻ. അൺലെസ് ദ ഹ്യൂമൻ എലമെന്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എ ബിസിനസ് cannot succeed. ഉണ്ടോ? അതായത് എന്താ, ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവരെ വളരെ ടാക്ട്ഫുൾ, വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ അവരെ കൈകാര്യം ചെയ്യുമെന്നാ പറഞ്ഞേക്കണേ. ഒരു ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ ഒരു ബിസിനസ്സും വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? Unless the human element is taken into consideration, a business cannot succeed. അല്ലാതെ കുറെ പൈസ ഉണ്ടായി, കുറെ സാധനങ്ങൾ മേടിച്ചിട്ടു എന്ന് പറയുന്നതിൽ ഒന്നും കാര്യമില്ല. അവിടെ എന്താണ്, ആ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. ഹ്യൂമൻ എലമെന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ ഒരു ബിസിനസിനും വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. ക്ലിയർ അല്ലേ അത്? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യാനാണോ? കഴിഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ഓർ പീപ്പിൾ അറ്റ് വർക്ക് എന്ന് പറഞ്ഞ അതിലെ ഒന്നാമത്തെ രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുന്നു. ഞാൻ ഇവിടെ ഇത് ഒരുപാട് കാര്യങ്ങളില്ല, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക ആ പാരഗ്രാഫില്. പിന്നെ ടാക്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ഒരു തന്ത്രപരമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പ്ലാനിങ്. ടാക്ട്ഫുൾ അത് അവരെ അത്രയും ആസൂത്രിതമായിട്ട് തന്ത്രപരമായിട്ട് തന്നെ അവരെ മാനേജ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. മാനേജ്മെന്റ് സ്റ്റാഫുകള് അവരെ അത്രയും നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യണം തന്ത്രപരമായിട്ട്.
ഇത്രയും ശ്രദ്ധ കൊടുത്ത് തന്നെ അവർ മാനേജ് ചെയ്യണമെന്ന്. പിന്നെ ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പിന്നെ ലാസ്റ്റ് സെന്റൻസും അതിലൊന്നും അണ്ടർലൈൻ ചെയ്യട്ടോ. ഞാനിവിടെ ഞാനിവിടെ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തൊന്നും കാണാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ സ്ക്രീൻ കാണാത്തത് കൊണ്ട് ഇല്ല. അപ്പൊ അതായത് ഹ്യൂമൻ റിസോഴ്സ് ഓർ പീപ്പിൾ ആക്ട് വർക്ക് എന്നുള്ള പാരഗ്രാഫ് ഇല്ലേ? ഇത് എത്രാമത്തെയാ? 1, 2, 3, 4ാമത്തെ പാരഗ്രാഫ് ഇല്ലേ? ആ 4ാമത്തെ പാരഗ്രാഫിലെ 1ാമത്തെ സെന്റൻസും 2ാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, കിട്ടിയോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ഇനി അവിടെ നമ്മൾ പറഞ്ഞില്ലേ പീപ്പിൾ, അതിന്റെ ഒരു മിഡിലായിട്ട് നോക്കിയ പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് വിത്ത് സം സ്പെസിഫിക് മോട്ടീവ്സ് ലൈക്ക്, എന്തിനു വേണ്ടി ആളുകൾ വന്നേന്നുള്ളത്? ടു ഏൺ മണി, ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, ടു ഹാവ് എ ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ ഫ്യൂച്ചർ. ആ സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിടാം. ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആ ഒരു സെന്റൻസ് ഇല്ലേ, അതും കൂടി അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. കിട്ടിയത്? പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് വിത്ത് സം സ്പെസിഫിക് മോട്ടീവ്സ് ലൈക്ക് എന്ന് പറഞ്ഞു കണ്ടില്ല അതിന്റെ ഉള്ളില്, അത് അണ്ടർലൈൻ ചെയ്യുക. ഇനി ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. The management must therefore be aware not only of the organization but also the employee and the self needs. അതുകൊണ്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷന് മാത്രം നോക്കിയാൽ പോരാ, ആ എംപ്ലോയിനെയും അവരുടെ ആവശ്യങ്ങളെയും കൂടി മാനേജ്മെന്റ് കൺസിഡർ ചെയ്യണം. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞത്. ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യര്, മാൻ പവർ വേണം. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് കമ്പനിനെ മാത്രം നോക്കിയാൽ പോരാ, എന്തുകൂടി നോക്കണം? എല്ലാ എംപ്ലോയിയുടെയും അവരുടെ ആവശ്യങ്ങളെയും കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം, ബോധവാന്മാരായിരിക്കണം. ക്ലിയർ അല്ലേ? ആ പാരഗ്രാഫില് നമ്മൾ 4 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും കിട്ടിയോ? യെസ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. It is very important and a challenging job in managing the people because of the dynamic nature of the people. ആളുകളുടെ ഡൈനാമിക് നേച്ചർ കാരണം അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ജോബാണ്. വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ചലഞ്ചിങ് ജോബാണ് managing people because of dynamic nature of the people. Okay, underline ചെയ്തിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കി അതിന്റെ മിഡിലായിട്ട് മാൻ പവർ മാനേജ്മെന്റ് ഇസ് ദ മോസ്റ്റ് പിവോട്ടൽ ജോബ്. കണ്ടോ? മാൻ പവർ മാനേജ്മെന്റ് ഇസ് ദ മോസ്റ്റ് പിവോട്ടൽ ജോബ്. ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ, unless the human effort is taken into consideration, a business cannot succeed. ബിസിനസ്സിന് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഒന്നാമത്തെ സെന്റൻസ് ആ മിഡില് വരുന്നത് മാൻ പവർ മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് പിവോട്ടൽ ജോബ് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജോലിയാണ് മാൻ പവർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് പിന്നെ മാൻ പവറിനെ കൺസിഡർ ചെയ്യാതെ നമ്മള് ഒരു ബിസിനസ്സും വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അത് ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ്. ഫസ്റ്റ് പാരഗ്രാഫിലാണോ? ഫസ്റ്റ് പാരഗ്രാഫില് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അതിനകത്തൊന്നുമില്ല. സെറ്റ് ഓഫ് ഗോൾസ് വേണം അത്രേ പറഞ്ഞേക്കാം. അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ ഫുൾ ആയിട്ടൊന്നും അണ്ടർലൈൻ ചെയ്യണമെന്നില്ല. ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ്, ദ ഓർഗനൈസേഷൻ ഡിവൈസസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം.
ഒരു ഓർഗനൈസേഷന് അതിന്റെ വിജയം നേടുന്നതിന് എന്ത് വേണം? സെറ്റ് ഓഫ് റൂൾസ്. അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി, സെറ്റ് ഓഫ് റൂൾസ് എന്ന്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഇല്ലേ? അതായത് ഒന്നാമത്തെ പാരഗ്രാഫില് നമ്മൾ ആ സെറ്റ് ഓഫ് റൂൾസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. In order to achieve the organization goals, ഒരു ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ എന്ത് വേണം? സം സെറ്റ് ഓഫ് റൂൾസ്, ഒരു സെറ്റ് റൂൾസ് വേണം, അത്രയും മതി. പിന്നെ രണ്ടാമത്തേലാണ് ആ മണി, മെറ്റീരിയൽ, മിഷനറി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പത്തേക്ക് ആ സ്ക്രീൻ ഒന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് നേരെ നോക്കി അണ്ടർലൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.